നമ്മൾ പറയുന്ന സ്നേഹം, പ്രണയം എന്നൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നുണ്ട്, പരിശുദ്ധമായ പ്രണയം. അപ്പോൾ ഇതിനെയൊക്കെ ഞാൻ പല ഇന്റർവ്യൂവിലും മൈത്രേയൻ വളരെയധികം പരിശുദ്ധമായതെന്നൊന്നും അങ്ങനൊന്നും ഇല്ല. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ചോദനയിൽ നിന്നുണരുന്ന ചില ഇണയെ തേടിയുള്ള യാത്രകൾ മാത്രമാണ് ലോകത്തെ എല്ലാ ജീവികൾക്കും ഉള്ളതുപോലെ. അപ്പൊ അതിനപ്പുറം ഒന്നും ഇപ്പോഴും മൈത്രേയൻ ചിന്തിക്കുമ്പം ജയശ്രീ മാമുമായിട്ട് മൈത്രേയൻ ഉണ്ടായിരുന്ന ആ ഒരു റിലേഷൻ അതിനപ്പുറത്ത് ഒന്നും ഇല്ല. ഒരു ഇണയെ തേടി പോയ യാത്ര, വെറുതെ ഇണയെ തേടി പോയി, അത്രയാണത്. അത്രേ ഉള്ളെന്ന് ചോദിച്ചാൽ അതിനേക്കാളും വലുത് എന്തോ ഉണ്ടെന്ന് ഇയാൾ വെറുതെ പറയല്ലേ. അത്രേ ഉള്ളു. മനുഷ്യര് ഇയാളൊരു പൂവ് വിരിയുമ്പോൾ അതിന് സുഗന്ധമൊക്കെ ഉണ്ട്, കാ പിടിക്കുമ്പം അതിന് ഏതൊന്നും നിൽക്കത്തില്ല, അതോടെ പോയി. അതിന് സ്വന്തമായ വാല്യൂ ഒന്നും അവിടെ ഇല്ല. ആ കായ ഉണ്ടാകുന്നതിനുള്ള തുടക്കം മാത്രമാണ് പൂ വിരിയുക എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ പ്രണയം. ഇപ്പം ഇണകളായി തീരുന്നതിന് പെർക്കസർ എന്ന് ഇംഗ്ലീഷിൽ പറയും. മുന്നോടിയായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് ഒരാളെ കാണുമ്പോൾ ഇഷ്ടം തോന്നുക എന്ന് പറയുന്നതാണ്. നമ്മൾ പണ്ട് നമ്മുടെ വാക്കെന്ന് പറയുന്നത് നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. അത് ആ ആകർഷിക്കുക എന്ന് പറയുന്ന ആവശ്യം എണ്ണ ചേരുന്നതിനുള്ള മുന്നോടി മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അല്ലാതെ ഇങ്ങനെ പ്രണയം, പരിശുദ്ധ പ്രണയം എന്നൊക്കെ പറയുന്നതൊക്കെ എങ്ങനെ രൂപപ്പെട്ടതെന്നറിയാം. ഈ തട്ടായ സമൂഹത്തിനകത്ത് ചില ആളുകളെ ഇഷ്ടപ്പെടുന്നത് ശരിയല്ലെന്ന് പറയാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത്. കാരണം താഴെ തട്ടിലുള്ളവനെ പ്രണയിച്ചാൽ അത് പരിശുദ്ധമൊന്നുമല്ല. അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച സ്ത്രീകൾ തെരഞ്ഞെടുത്തുകൂടാ. അത് മാത്രമല്ല, ഈ പ്രണയം നമ്മൾ പൊതുവെ ചർച്ച ചെയ്യപ്പെടുമ്പം ഒരു സവിശേഷ വികാരമായിട്ടാണ് പറയുന്നത്. കണിശമാണ്, ഇയാൾക്ക് വിശപ്പ് പോലെ തന്നെയാണത്. അല്ല, പക്ഷെ പലപ്പോഴും പ്രണയം പറയുമ്പോൾ ഇപ്പം താങ്കൾ പറഞ്ഞു അതൊരു ഇണയെ തേടിയുള്ള യാത്രയിൽ സംഭവിക്കുന്ന ഒരു സാധനം തന്നെയാണ്, സ്വാഭാവികം. അതിന് പക്ഷെ ആൾക്കാർ അതിനെ അഡ്രസ് ചെയ്യുമ്പോൾ പലപ്പോഴും ഒരു ഇണയെ തേടിയുള്ള യാത്ര അല്ലെങ്കിൽ ഒരു ലൈംഗികത പ്രണയത്തിൽ ഇൻവോൾവ് ആയിരിക്കും. പറഞ്ഞില്ലേ, ഇതുകൊണ്ടാണ് ശാരീരിക ബന്ധത്തിനെ തടയാൻ വേണ്ടി മനുഷ്യരുണ്ടാക്കിയ ഒത്തിരി ആശയങ്ങൾ ലോകത്തുണ്ട്. എന്തുകൊണ്ടായിരിക്കും തടയാൻ സ്ത്രീകളെ തെരഞ്ഞെടുത്തുകൂടാ? സ്ത്രീകൾ ഈ അടിമകളായിരിക്കുന്ന താഴെത്തട്ടിലുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് നിയന്ത്രിക്കാൻ തുടങ്ങിയത്. ഇതാണ് ഈ ചരിത്രം അറിയേണ്ടതുണ്ട്. സ്ത്രീകളെ പുരുഷന്മാർ തിരഞ്ഞെടുക്കാതെ പുരുഷന്മാര് തിരഞ്ഞെടുക്കുന്ന സ്ത്രീകൾ മതിയെന്ന് തീരുമാനിക്കുന്ന ഒരു ഘട്ടം വരുന്നുണ്ട്. സ്ത്രീകൾ പുരുഷന്മാരെ തിരഞ്ഞെടുക്കാൻ പാടില്ല. എന്നും സ്ത്രീകളായിരുന്നു പണ്ട് ഇണയെ തിരഞ്ഞെടുത്തിരുന്നത്. ഒരു 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 ഇയാള് മയിൽ ഇത്രയും ആടുകയും പാടുകയുന്ന കുയിലും ഒക്കെ ഉണ്ടാകുന്നത് ഇണയെ തിരഞ്ഞെടുക്കാനായിട്ട് പ്രദർശന മത്സരം പുരുഷന്മാർ തമ്മിലാണ്, അല്ലാതെ സ്ത്രീകൾക്ക് പ്രദർശിപ്പിക്കണ്ട. ഇന്നത്തെ മനുഷ്യ സമൂഹത്തിൽ ഒരു സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. മനുഷ്യ സമൂഹത്തിൽ അങ്ങനെ അല്ലാതെ ആക്കിയതാണെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാൾ അടിമയായിരിക്കുന്ന ആള് ഞാനിപ്പോൾ സമൂഹത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വിശ്വസിപ്പിക്കുന്നിടത്ത് എത്തിച്ചു ചേർത്തതാണ്. അതുപോലെയാണ് സ്ത്രീകൾ ദുർബലരാണെന്നും അവരെ സംരക്ഷിക്കപ്പെടേണ്ടവരാണെന്നും അവരെ പുരുഷന്മാരെ ഇണക്കേണ്ടത് അവരാളുടെ പണിയാണെന്നും ഒക്കെ ആക്കിയത് പുരുഷന്മാരാണ്. അതൊരു വലിയ ഹിസ്റ്ററി അതിനുണ്ട്. അതാണ് ഫെമിനിസം. അങ്ങനെ മാത്രമാണ് കൃഷി അല്ലല്ല കാർഷിക സമൂഹത്തിൽ മാത്രമേ അങ്ങനെ നിൽക്കുകയുള്ളൂ. അല്ല, ഇയാൾ സിനിമാ മേഖലയൊക്കെ ഇങ്ങനെ അറ്റത്തെ കഥയാണ് ഇയാൾ ഈ പറയുന്നത്. ലോകത്തത്ര സ്ത്രീകളെ അവിടെ ഒരു, അതായത് വരുമാനത്തിനായിട്ട് സ്ത്രീകളെ പ്രദർശന വസ്തു ഉപയോഗിക്കുന്ന ഒരു മീഡിയം എനിക്ക് തോന്നുന്നു. തന്നെ പുരുഷന്മാരെ ആകർഷിക്കാനായിട്ട് സ്ത്രീകളെ ഉപയോഗിക്കുന്നിടത്ത് എത്തുന്നത് പുരുഷ കൂട്ടത്തിന് സ്ത്രീകളുടെ പുറകെ പോകുമെന്നറിയുന്നത്